ഇത് ഫാദർ മാണി മേൽവട്ടം. വിശ്വാസതീഷ്ണമായ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠൻ. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി, വിഭിന്ന സംസ്കാരങ്ങളുടെ ഭൂമിക. പൂർവചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ക്രിസ്തീയ കുടിയേറ്റത്തിന്റെ വേരുകൾ വളരാൻ തുടങ്ങിയിട്ട് അധികമേറെ കാലമായിട്ടില്ല. 1980കളുടെ അവസാനമാണ് കാസർഗോഡിന്റെ മണ്ണിൽ മരുപ്പച്ച തേടിയിറങ്ങിയവരുടെ കുടിയേറ്റ ചരിതം ആരംഭിക്കുന്നത്. നാടും വീടും വിട്ട് പുതിയ മണ്ണിൽ കാൽകുത്തിയവർ പലവിധമാണ്. തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ കാസർഗോഡ് ഇന്നും ക്രിസ്തീയ പിന്നോക്ക മേഖലയാണ്. കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡിൽ കൊങ്ങിണി ഭാഷയിൽ ലത്തീൻ കുർബാനയാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഒരു മലയാളം കുർബാന ഇവർക്ക് സാധ്യമാകുന്നത് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴായിരുന്നു. അതുമല്ലെങ്കിൽ അന്നത്തെ ഏക ധ്യാനകേന്ദ്രമായ കോട്ടയിൽ പോകുമ്പോഴായിരുന്നു. ഏതു കുടിയേറ്റ പ്രദേശത്തെയും പോലെ കാസർഗോഡിന്റെ കുടിയേറ്റ ചരിത്രത്തിലും നോവുകാലത്തിന്റെ കഥനങ്ങൾ പറയാനുണ്ട്. കാട്ടാറും കാട്ടുമൃഗങ്ങളും വിഹരിച്ച കാനനഭൂവിലേക്ക് സ്വപ്നങ്ങൾ ചുമടായി ചുമലിലേറ്റിക്കൊണ്ടുവന്ന സ്വപ്നാടകർ, വിതച്ചത് കൊയ്യാനാവാതെ പകലിരവുകളിലേക്ക് പകച്ചു നോക്കിയ ആ കാലം, പ്രകൃതിയുടെ പകിടകളിക്ക് മുന്നിൽ പരാജയപ്പെട്ട് പടിയിറങ്ങി പുതിയ മരുപ്പച്ചകൾ തേടി ചിലർ യാത്രയാകുമ്പോഴും ഈ ഭൂവിൽ വിതച്ചത് താൻ കൊയ്യും എന്നുറപ്പോടെ ബാക്കി വന്നവർ മുന്നിട്ടിറങ്ങി. കാലങ്ങൾക്കിപ്പുറം വിശ്വാസതീഷ്ണതയിലെ യാഗാലയം തീർക്കുവാൻ ഇവർ ഒരു മെയ്യായി, ഒരു മനസ്സായി. ആ ശ്രമം ഫലം കണ്ടു. കാസർഗോഡിന്റെ നിറകയിൽ അവരൊരു ദേവാലയം പണി കഴിപ്പിച്ചു. സെന്റ് ജോസഫിന്റെ നാമത്തിൽ ഇവർ ഈ ദേവാലയത്തിൽ ഒത്തുകൂടി ദിവ്യബലി അർപ്പിച്ചു. കാസർഗോഡ് ജനതയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഈ ജനത. ഇന്നും അനേകം കിലോമീറ്റർ ദൂരത്തിൽ ചിതറി താമസിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ സമാശ്വാസത്തിനായി മറ്റ് 2 ദേവാലയങ്ങൾ കൂടി ഇവർ പൂർത്തീകരിച്ചു. ആത്മീയദാഹാർത്തരായ ഈ ജനതയ്ക്ക് പുതിയ ദൈവീക ദർശനങ്ങൾക്ക് ഈ ദേവാലയം വഴിയൊരുക്കി. പെയ്തൊഴിഞ്ഞുപോയ ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഇന്നിവർ. വർഷമായി മിഷൻ ലീഗ് ഈ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. മേഖലാതല മത്സരങ്ങളിലും മിഷൻ ലീഗ് അംഗങ്ങൾ മികച്ച വിജയം കൈവരിക്കാറുണ്ട്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ പുണ്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും മറ്റു കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ ഞങ്ങൾ പോകാറുണ്ട്. 15,000 രൂപ ഒരു മാസം ഇതിനു വേണ്ടി നമുക്ക് ലഭിക്കും.
കുട്ടികളുടെ ബർത്ത്ഡേക്കും മറ്റു പരിപാടികൾക്കും ലഭിക്കുന്ന പോക്കറ്റ് മണി അവർ ഇതിനായി ചെലവഴിക്കുന്നു. ക്രിസാലിസ് ട്രെയിനിങ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പഠിപ്പിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ പഠിത്തത്തിലും ഞങ്ങളുടെ കൂട്ടുകാർ ഉത്സാഹം കാണിക്കാറുണ്ട്. കാസർഗോഡ് ഇടവകയുടെ AKCC സംഘടന ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2013 അന്നു മുതൽ ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായി തുടരുകയാണ്. സംസ്ഥാന സംഘടന ആവശ്യപ്പെടുന്നതും തലശ്ശേരി രൂപത സംഘടന ആവശ്യപ്പെടുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. ഈ അടുത്ത കാലത്തായി ഇരുട്ടിയിലും തളിപ്പറമ്പിലും ബന്തെടുക്കയിലും വെച്ച് നടന്ന മേഖലാ സംഘടനയിൽ അതിശയകരമായ വിധം ഞങ്ങളുടെ സപ്പോർട്ട് നൽകിയിരുന്നു. ഇത് എല്ലാ മൈത്രിക്ക് വേണ്ടിയും സാമുദായിക നന്മയ്ക്കും വേണ്ടിയും നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിൽ മെമ്പേഴ്സായിട്ട് 100-ൽ പരം അംഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അവരേത് സമയത്ത് ആവശ്യപ്പെട്ടാൽ അവർ ഓടിയെത്തുകയും ഇത് ഫുൾ സപ്പോർട്ട് നൽകി വിജയകരമാക്കുകയും ചെയ്യാറുണ്ട്. असतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया. सत्यस्वरूपा परिपालका तव चरणं शरणं ज्योतिप्रदायका जगदीश्वरा तव चरणं शरणं जीवदायका प्रभुवरने सच्चिदानन्द गुरुवरने जीवदायका प्रभुवरने सच्चिदानन्द गुरुवरने तव चरणं शरणं शरणं करुणामय सागरमे तव चरणं शरणं शरणं करुणामय सागरमे. सत्यस्वरूपा परिपालका तव चरणं शरणं ज्योतिप्रदायका जगदीश्वरा तव चरणं शरणं. ജ്യോതിസാം നിൻ തിരുസവിധേ പ്രണമാഞ്ജലിയായി തൃപ്പാദ പൂജയ്ക്കായി മഹാജ്യോതിസാം നിൻ തിരുസവിധേ പ്രണമാഞ്ജലിയായി തൃപ്പാദ പൂജയ്ക്കായി സ്നേഹദീപമേ സ്നേഹദീപമേ തെളിയുക എന്നിൽ പ്രഭയുടെ കതിരുകളായി കൃപയുടെ ദാനം അനുചരിലേകാ നിന്ദയ നിതരാം ദാസരിലേകു അനുദിനമലിവൊടുനാഥ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം.
നിത്യസത്യമാ നിൻ തിരുമുമ്പിൽ പ്രാർത്ഥനാ മഞ്ജരി തൃത്താലവുമായി. നിത്യസത്യമാ നിൻ തിരുമുമ്പിൽ പ്രാർത്ഥനാ മഞ്ജരി തൃത്താലവുമായി. ദിവ്യനാദമേ തേജസ്സായി നിൻ വരദാനം സഹചരിലേകാൻ അടിയരിൽ നിൻ പ്രഭ ചൊരിയുക നാഥ. ഇരുളല സതതം നീക്കാൻ സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. സരി പമ പാനി പനി പമ പരി മപ മപ സാനി സാരി സരി സനി സ പനി സാ പ പ പ മ പനി പ മ പ പ സരി മ പ മ പ പ സനി സനി പ സാ 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 സനി സരി സനി സാ സ പനി സരി നി സാ സ മരി മരി സാ സരി മ രി മ പ മരി മരി സാ സരി മരി മ പ പ മരി സാ നി സരി സാരി മ മരി സാനി മരി സനി സാരി രി സനി പ രി സനി പ സനി പ മനി പ മരി പ മരി സാ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. ശരണം 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 ശരണം. കാസർഗോഡ് ഒരു ചെറിയ ഇടവകയാണ്. ഇത് ഓരോ ഇടവക അംഗത്തിനും ഒരു വ്യക്തിപരമായ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെയുള്ളത്. ഇത് കൂടുതലും നഗരവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളുള്ള ഒന്നുകിൽ കച്ചവടക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടവകയ്ക്ക് ഇതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അവരുടെ നടക്കുന്ന അജപാലന ശുശ്രൂഷയുടെ രീതി തന്നെ വ്യത്യസ്തമായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ വിവിധ മതക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് കാസർഗോഡ്. ഈ സ്ഥലത്തിന് അതുകൊണ്ട് നൽകേണ്ട ഒരു സാക്ഷ്യം പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് നൽകുന്നൊരു സാക്ഷ്യമാണ്. അതിന് ഈ ഇടവക എന്തുമാത്രം വിജയിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും ഇതിൻ്റെ അളവുകോലായിട്ട് നിൽക്കുന്നത്, ഇടവകയുടെ പെർഫോമൻസിൻ്റെ അളവുകോലായിട്ട് നിൽക്കുന്നത്. അതിന് ഈ ഇടവക ഒരുപാട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിരിക്കുന്നത്, ഞാൻ വലിയ ഡൽഹിയെ പോലുള്ള പട്ടണങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മാറി നിൽക്കാനാവില്ല. ഈ ഇടവകയിൽ നിങ്ങൾ ആരായിരുന്നോ ആ കഴിവുകൾ ഏറ്റവും കൂടുതൽ ഇടവക ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. ഇവിടെ ക്രിസാലിസ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. ഇവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ പള്ളി തുടങ്ങി വെച്ചൊരു പ്രോഗ്രാമാണ്. അത് 2 വർഷം മുമ്പ് ആരംഭിച്ചു. അതിപ്പോൾ അതിൻ്റെ സ്റ്റേജ് ഇതിനുവേണ്ടി ഒരു ട്രെയിനിങ് സെൻറ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും വന്ന് ട്രെയിനിങ് നേടാവുന്ന രീതിയിലുള്ള അവർക്ക് ഉദ്യോഗം നേടാനുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതുപോലെ തന്നെ സർക്കാരേതര സ്ഥാപനങ്ങളിൽ ഉന്നതമായ ജോലികൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ
അധ്യാപകരുമായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സമൂഹത്തിന് ആവശ്യമുള്ള സർവീസ് അങ്ങോട്ട് കൊടുക്കുക, അവരെ ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ ഒരു സാക്ഷ്യം ഈ സമൂഹത്തിൽ നൽകുക എന്നുള്ളതാണ് ഒരു ചെറിയ ക്രൈസ്തവ സമൂഹം എന്ന രീതിയിൽ ഈ കാസർഗോഡ് ഇടവയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2004 മുതലാണ് ഇവിടെ മാതൃവേദി ആരംഭിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്നോളം നമ്മുടെ ഇവിടെയുള്ള മാതൃവേദിയുടെ എല്ലാ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല ഒരു ആനിമേറ്റഡ് സിസ്റ്ററുണ്ട്, സിസ്റ്റർ ആൽഫിൻ. അതുപോലെ ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു മാർഗരറ്റ് സിസ്റ്റർ, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ, പ്രത്യേകിച്ച് മാണി മേൽവട്ടം അച്ഛൻ്റെ നേതൃത്വത്തിൽ മാതൃവേദി വളരെ സജീവമായി പോവുകയാണ്. അമ്മമാർക്കുള്ള ധാരാളം ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ തിയോളജിയുടെ ക്ലാസ്സുകൾ അമ്മമാർക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും കൊന്തചൊല്ലിയും ആതുരാലയങ്ങൾ സന്ദർശിച്ചു. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവരെയും അശരണരായിട്ടുള്ളവരുടെയും വീടുകൾ സന്ദർശിക്കുവാനും ഞങ്ങൾ പ്രയത്നിക്കാറുണ്ട്. ഇടവകയിലെ മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മമാരുടെ സാന്നിധ്യം വളരെയധികം സജീവമാണ്. ഈ പള്ളിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഏറ്റെടുത്ത് നടത്തുന്ന അമ്മമാരാണ്. അല്ലെങ്കിൽ ഓരോ വാർഡിനും ഓരോ പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികളാണ് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും മറ്റും പങ്കെടുത്തുകൊണ്ട് ഒരു വാർഡിൻ്റെ മുഴുവൻ ആവശ്യങ്ങളും ഇവിടെ അറിയിക്കുന്നതും സുഗമമായ പ്രവർത്തനത്തിനുള്ള നടത്തിപ്പ് കൈക്കാരന്മാരായിട്ട് പ്രവർത്തിക്കുന്നതും. അമ്മമാർക്ക് ഒത്തുചേരാനും നന്നായി പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല വേദിയാണ് മാതൃവേദി. കലാകായിക പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതല്ലാതെ ഒരുമിച്ച് ചേരുവാനും ഒരു കൗൺസിലിംഗ് രൂപത്തിൽ പരസ്പരം ഹൃദയങ്ങൾ കൈമാറാനുമുള്ള ഒരു സജ്ജീകരണം ഈ പള്ളി നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് 22 വർഷം സർവീസുള്ള ഒരു അധ്യാപികയാണ് ഞാൻ. മികച്ച അധ്യാപികയ്ക്കുള്ള ഒരു സംസ്ഥാനതല അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീഡൻ, ചൈന, ബാങ്കോക്ക്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാനും ഇവിടെ തന്നെ 10 വർഷത്തോളം വേദപാഠ അധ്യാപികയായി ചെലവിടുവാനും ഒക്കെ സാധിച്ചതൊക്കെ ദൈവാനുഗ്രഹമായിട്ട് ഇവിടെ കാണുകയാണ്. തീർച്ചയായും സെൻറ്റ് ജോസഫ് ചർച്ച് ഓരോ പ്രവർത്തകരുടെയും ഓരോ വിശ്വാസിയുടെയും നല്ല ഒരു പരിശീലന കളരിയാണ്. ഇവിടെ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇവിടെയുള്ള സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും വളരെ നല്ല ആധ്യാത്മിക മുന്നേറ്റം കാഴ്ചവെക്കുന്നുള്ള കാര്യത്തിൽ വളരെയധികം അഭിമാനത്തോടെയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വചന വ്യാഖ്യാനങ്ങൾ, വചന സന്ദേശങ്ങൾ ഇവിടെ വ്യത്യസ്തരായിട്ടുള്ള മതവിഭാഗമുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടെ വിളയിച്ചെടുക്കുവാനുള്ള ഈ ദേവാലയത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഇവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കൊപ്പം ഞങ്ങൾ അമ്മമാരും കൈകോർക്കുകയാണ്. തീർച്ചയായും എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ അമ്മമാർക്കും ലഭിക്കുവാൻ ഇവിടെയുള്ള അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സജീവ സാന്നിധ്യവും നിർദ്ദേശങ്ങളും വളരെ പ്രയോജനകരമാണ്. അതുപോലെ എല്ലാ അമ്മമാരും ഇവിടെ മാതൃവേദിയിലെ അംഗങ്ങളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഞങ്ങൾക്കുണ്ട്. സ്നേഹം അചഞ്ചല സ്നേഹം, അളവുകളില്ലാ സ്നേഹം, പരിധികളില്ലാ സ്നേഹം, ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം. നിന്ദിതനായി തീർന്നാലും ഉറ്റവർ മറന്നാലും, നിന്ദിതനായി തീർന്നാലും ഉറ്റവർ മറന്നാലും, ഒരു നാളും തിരിയാത്തരന്ത സ്നേഹമേ നീ സ്വന്തമേ, എൻ സ്വന്തമേ, നീ സ്വന്തമേ, എൻ സ്വന്തമേ. അളവുകളില്ലാ സ്നേഹം, പരിധികളില്ലാ സ്നേഹം, ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം. ആ ആ ആ ആ
ദൈവത്തിൻ സ്നേഹം അചഞ്ചല സ്നേഹം